കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ നടത്തിയ പ്രസ്താവനയും അതിനെ തുടർന്നുണ്ടായ വലിയ വിവാദങ്ങളും സോഷ്യൽ മീഡിയയിലെ കോലാഹലങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് തുടരുന്നുണ്ട്. കാന്തപുരത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ മറ്റുള്ള എല്ലാ സംഘടനകളെയും കാന്തപുരം വിഭാഗത്തിൻ്റെ അനുയായികൾ അതിനെ ന്യായീകരിക്കാൻ എന്ന പേരിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ മറുപടികൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകത്തെ എല്ലാ സമയത്തും ഈ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് തരം പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് അരമനകളിൽ വിൽക്കപ്പെടുന്ന പണ്ഡിതരും മറ്റൊന്ന് അരമനകളിൽ വിലക്കപ്പെടുന്ന പണ്ഡിതരുമെന്ന് അതിനെ രണ്ടായി കാണാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാന്തപുരത്തിൻ്റെ ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തെ പിന്നിൽ നിന്നും കുത്തുന്നതാണ്. രാജ്യമെമ്പാടും മുസ്ലിങ്ങൾ വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പൗരത്വം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, SIR പ്രക്രിയയിലൂടെ വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ, തെരുവിൽ ഏത് നിമിഷവും ജയ് ശ്രീറാം വിളികളോടെ ഫാസിസം അവരെ ആക്രമിക്കാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ഒരു പ്രസ്താവന വരുന്നത്. ബുൾഡോസർ രാജുകൾ ഒരു ഭാഗത്ത് നടമാടുന്നു, വീടുകൾ തകർക്കപ്പെടുന്നു, രാജ്യത്ത് നിന്നും ആട്ടിപ്പായിക്കുമെന്ന് വിദ്വേഷപരമായ പ്രസംഗങ്ങൾ നടത്തുന്നു, പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, സംവരണങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ സംവരണം എടുത്തു കളഞ്ഞു. മഹാരാഷ്ട്ര BJP ആണ് ഭരിക്കുന്നത്. കേന്ദ്രത്തിൽ തന്നെ നരേന്ദ്രമോദി അധികാരത്തിലേറുന്നതിന് മുമ്പ് പറഞ്ഞത്, ഞാൻ പ്രധാനമന്ത്രിയായാൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് എന്നുള്ളത്. ഈ ഒരു സമയത്താണ് കാന്തപുരം ഈ അരമനകളെ തൃപ്തിപ്പെടുത്തുന്ന, ഭരണകൂടങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇത്തരമൊരു ഭരണകൂട സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തെ ഭരണഘടന അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തെ ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന മുസ്ലിങ്ങളല്ലാത്ത വിഭാഗങ്ങളെ കൂടി ഒറ്റിക്കൊടുക്കലാണ്. അഥവാ സഞ്ജീവ് ഭട്ടിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. സഞ്ജീവ് ഭട്ട് എത്രയോ വർഷങ്ങളായി ജയിലിലാണ് കഴിയുന്നത്, നരേന്ദ്രമോദിയെ എതിർത്തതിൻ്റെ പേരിൽ. മറ്റു നിരവധി ആളുകൾ ആ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. പ്രകാശ് രാജിനെ പോലെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നിരന്തരമായ മോദി വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യം ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിമർശിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണക്കാർ, വിവിധ പാർട്ടികളിലെ ആളുകൾ രാജ്യം ഒരു ഫാസിസ്റ്റ് സമ്പ്രദായത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും രാജ്യം ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയിലെ നാനാഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരുന്നു. അപ്പോഴാണ് ഇത്തരം അതിനെയൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ, അതിനെയൊക്കെ റദ്ദു ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം കാന്തപുരം നടത്തുന്നത്. കാന്തപുരം എന്നുള്ളത് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. കേരളത്തിലെ ഒരു വിഭാഗം, കേരളത്തിലെ 2 സമസ്തകളിലെ ഒരു വിഭാഗം സമസ്തയെ, അഥവാ ഔദ്യോഗിക സമസ്തയെ മറികടന്നുകൊണ്ട് മറ്റൊരു സമാന്തരമായ സമസ്തയുണ്ടാക്കി ആ ഒരു വിഭാഗത്തെയാണ് അദ്ദേഹം നയിക്കുന്നതും ആ ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ്. ഇന്ത്യയിലെ 25 കോടിയോളം മുസ്ലിങ്ങളുടെ നേതാവാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഗ്രാൻഡ് മുഫ്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ആ ഗ്രാൻഡ് മുഫ്തി പദവി ആരാണ് നൽകിയത്? സ്വയം ഏറ്റെടുത്ത പദവിയാണോ? അല്ലെങ്കിൽ ഈ AP വിഭാഗം തന്നെ അദ്ദേഹത്തെ ഗ്രാൻഡ് മുഫ്തി ആക്കിയതാണോ? അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണോ അദ്ദേഹത്തിന് ഗ്രാൻഡ് മുഫ്തി പദവി നൽകിയത് എന്നതാണ്. ഈ സംഘപരിവാർ ഹാൻഡിലുകൾ ഈ ദിവസങ്ങളിൽ നടത്തുന്ന പ്രചരണം എന്നുള്ളത് അതെങ്ങനെയാണ്? അത് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യയുടെ പരമോന്നതനായ മുസ്ലിം നേതാവ് പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പവും ഒരു പ്രശ്നവും ഇല്ലെന്ന് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് അവർ നടത്തുന്നത്. അപ്പോൾ കാന്തപുരം നടത്തിയ ഈ പ്രസ്താവനയുടെ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് നമ്മൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കാലത്തും ഭരണകൂടങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ഭരണത്തിൽ ഇരിക്കുന്ന ആളുകളെ സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ മാത്രം പറയുന്ന ഒരാളാണ് കാന്തപുരം എന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് പ്രധാനമന്ത്രിമാരെയും മന്ത്രിമാരെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന് സ്വാഭാവികമായ നടപടിയാണ്. ആ സന്ദർശനങ്ങളെക്കാളപ്പുറം ഈ നടത്തുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾ
അതിൽ അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് എപ്പോഴെങ്കിലും അദ്ദേഹം ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നതാണ്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി 17 മറ്റൊരു മഹാപണ്ഡിതൻ്റെ, ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു മഹാപണ്ഡിതൻ്റെ ഒരു രക്തസാക്ഷി വാർഷികമായിരുന്നു. മലബാറിലെ അധിനിവേശ പോരാട്ടങ്ങൾക്കെതിരെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര പോരാളി, മലബാറിലെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മലബാറിൽ ചെറുക്കുന്നതിൽ നിന്നും മലബാറിൽ അതിനെതിരെ പൊരുതുന്നതിൽ നിന്നും നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ എന്ന മഹാപണ്ഡിതൻ്റെ രക്തസാക്ഷിത്വമാണ്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് ഫെബ്രുവരി 17 അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമര പോരാട്ടങ്ങളുടെ ഒരു ചിന്ത ജനങ്ങളിൽ ഉയരുന്ന സമയത്ത്, ആ ഒരു ഓർമ്മകളിലേക്ക് ആളുകൾ മടങ്ങുന്ന സമയത്താണ് കാന്തപുരം ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. പക്ഷെ 1920കളിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അരമനകളെ തൃപ്തിപ്പെടുത്തുന്ന, ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിട്ടുള്ള, ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കുന്ന, ബ്രിട്ടീഷുകാരാണ് ഞങ്ങളുടെ ഭരണകൂടമെന്നും ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും പറയുന്ന പണ്ഡിതന്മാർ അക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി ഈ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട്, ഈ രാജ്യത്ത് അധിനിവേശം നടത്തിക്കൊണ്ട്, ഇവിടുത്തെ മനുഷ്യരെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന, ഈ രാജ്യത്ത് സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന, ഈ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൽ നിന്നും അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് പടയാളികളെ ഇവിടെ നിന്നും തുരത്തണമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി സമര പോരാട്ടങ്ങൾ നടത്തിയ ആലി മുസ്ലിയാരിനെ പോലെയുള്ള ആളുകൾ മറുഭാഗത്തുമുണ്ടായിരുന്നു. അഥവാ ഈ പണ്ഡിത ശിരോമണികൾ എന്നുള്ളത് എല്ലാ സമയത്തും രണ്ട് തരം ഉണ്ടായിരുന്നു. ഭരണകൂടങ്ങളെയും അരമനകളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു വിഭാഗമാണെങ്കിൽ അവർക്കെതിരെ വിമർശിക്കേണ്ടതിനെയും പറയേണ്ടതിൻ്റെയും ചോദ്യം ചെയ്യേണ്ടതിൻ്റെയും ഒക്കെ നിരന്തരമായി ചോദ്യം ചെയ്യുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം മറുഭാഗത്തുണ്ടായിരുന്നു. അവർ ചരിത്രത്തിൽ ഇടം പിടിച്ചു, അവർ ചരിത്രത്തിലെ പോരാളികളായി വിലയിരുത്തപ്പെട്ടു. ഒറ്റിക്കൊടുത്ത വിഭാഗം, അതിനെ റദ്ദ് ചെയ്ത വിഭാഗം, അരമനകളെ തൃപ്തിപ്പെടുത്തിയ വിഭാഗം ചരിത്രത്തിലെ വെറും പാഴ്വസ്തുക്കൾ മാത്രമായി എന്നതാണ് ഒരു വസ്തുത. ഏതായാലും അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു AI വീഡിയോ വന്നിരുന്നു. ആലി മുസ്ലിയാരിൻ്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്കത് കണ്ടു നോക്കാം. 1922 ഫെബ്രുവരി 17 അതിരാവിലെ കോയമ്പത്തൂർ ജയിലിൽ പതിവിലും കൂടുതൽ ജാഗ്രതയും നിശബ്ദതയും നിറഞ്ഞു നിന്നു. അന്നാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ചെറുത്തുനിൽപ്പുകൊണ്ട് പൊറുതിമുട്ടിച്ച മലബാറിലെ വിപ്ലവകാരികളുടെ നേതാവ് ആലി മുസ്ലിയാരെ തൂക്കിലേറ്റിയത്. ഭീകരമായ മർദ്ദനങ്ങളേറ്റിട്ടും മുഖത്ത് തിളങ്ങുന്ന ഈമാനിൻ്റെ തെളിച്ചത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. പടച്ചവന് മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും കുനിക്കാത്ത ശിരസ് തൂക്കുകയറിന് മുന്നിലും ഉയർന്നു തന്നെ നിന്നു. 1894 മണ്ണാർക്കാട് വെച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പള്ളിക്കുറുപ്പ് പോരാട്ടത്തിൽ സഹോദരൻ മമ്മദ് കുട്ടി രക്തസാക്ഷിയായതോടെയാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മൈതാനത്ത് ആലി മുസ്ലിയാർ സജീവമാകുന്നത്. രാഷ്ട്രീയ സാമൂഹിക ബോധമുള്ള അദ്ദേഹം ജാതിവിരുദ്ധ ജന്മിത്വവിരുദ്ധ നിലപാടുകൾ കൊണ്ട് സാധാരണക്കാരുടെ നേതാവായി ഉയർന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ നായകനായി, തിരൂരങ്ങാടിയുടെ സുൽത്താനായി. തുടർച്ചയായ ആക്രമണങ്ങളിൽ പതറിപ്പോയ ബ്രിട്ടീഷുകാർ പോരാട്ടത്തിന് ആത്മീയ നേതൃത്വം നൽകിയ ആലി മുസ്ലിയാരെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതായി ചേർത്തു. ഏതു നിമിഷവും പിടികൂടപ്പെടാമെന്ന നിലയിലായി. ആലി മുസ്ലിയാരെ സംരക്ഷിക്കാൻ ജനങ്ങൾ കൂട്ടമായി തിരൂരങ്ങാടിയിൽ വന്നു തുടങ്ങി. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങില്ലെന്ന പ്രഖ്യാപനവുമായി പള്ളിയിൽ 114 അനുയായികൾക്കൊപ്പം തമ്പടിച്ച ആലി മുസ്ലിയാർക്ക് നേരെ 1921 ആഗസ്റ്റ് 31 വെടിവെപ്പ് തുടങ്ങി. പള്ളിയിൽ നിന്ന് തിരിച്ചും വെടിയുണ്ടകൾ പാഞ്ഞു. മണിക്കൂറുകൾ നീണ്ട പോരാട്ടം. സർവായുധ സജ്ജരായ ബ്രിട്ടീഷ് പടക്കു മുന്നിൽ പരമാവധി പിടിച്ചു നിന്ന ശേഷം പള്ളി തകർക്കപ്പെടുമെന്ന ഘട്ടമായപ്പോൾ ആലി മുസ്ലിയാരും ശേഷിച്ച അനുയായികളും കീഴടങ്ങുകയായിരുന്നു. കോഴിക്കോട് വിചാരണാ പ്രഹസനം നടത്തി. ബ്രിട്ടീഷ് ചക്രവർത്തിക്കെതിരെ യുദ്ധം ചെയ്തെന്ന കുറ്റം ചുമത്തി വധശിക്ഷ വിധിച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു.
ഇതാണ് ആലി മുസ്ലിയാറിൻ്റെ ചരിത്രം എന്നുള്ളത്. ആലി മുസ്ലിയാർ ഒരു സൂഫിയായിരുന്നു. ആലി മുസ്ലിയാറും ഒരു പണ്ഡിതനായിരുന്നു. ആലി മുസ്ലിയാറും ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ ഒരു പണ്ഡിത ശ്രേണിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് നടത്തിയ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെ, ജന്മിത്തത്തിനെതിരായുള്ള പോരാട്ടങ്ങളെ ഇന്നും ലോകമോർക്കുന്നു, രാജ്യമോർക്കുന്നു. അന്ന് ആ സമരത്തെ തള്ളിപ്പറഞ്ഞ, ആ പോരാട്ടത്തെ തള്ളിപ്പറഞ്ഞ ബ്രിട്ടീഷ് പാദസേവകരായ, ബ്രിട്ടീഷുകാർ ആണ് ഭരണകൂടമെന്നും അവരെ അംഗീകരിക്കലാണ് ഞങ്ങളുടെ ബാധ്യത എന്നും പറഞ്ഞ ആളുകൾ ചരിത്രത്തിൽ എവിടെയും നമ്മൾക്ക് കാണാൻ കഴിയില്ല. അവരെ ഇന്നാരും ഓർക്കുന്നില്ല. ആലി മുസ്ലിയാറിൻ്റെ ധീരസ്മരണകൾ ഓരോ മനുഷ്യരും ഇന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു അദ്ദേഹം ഉയർത്തിവിട്ട ആശയത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട ആളുകൾ ഇന്നും ഭരണകൂടത്തിനെതിരായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു സർക്കാരിനെ വിമർശിക്കുന്നെങ്കിൽ നമ്മൾ ആരോടാണ് സംവദിക്കുന്നത് എന്നുള്ള പ്രാഥമികമായ കാര്യമെങ്കിലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഓർക്കണമായിരുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 10 വർഷം എന്നുള്ളത് മുസ്ലിങ്ങളുടെ ഏറ്റവും നിർണായകമായ പ്രതിസന്ധി കാലഘട്ടമായിരുന്നു. ഇനി അത് എത്രത്തോളം മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇനി എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും ആശങ്കകൾ ഒരുപാടുണ്ട്. SIR പോലെയുള്ള, NRC പോലെയുള്ള പൗരത്വ ചോദ്യമടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്ത് ചോദ്യമായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന, ബുൾഡോസർ രാജുകൾ നടക്കുന്ന രാജ്യത്ത് വലിയ വിമർശനങ്ങൾ സുപ്രീം കോടതികളിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഇയാൾ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നത്. അവരെയാണ് ഇയാൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭരണകൂടത്തെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണിത്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഒരു സമര പോരാട്ടങ്ങൾ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ആരായിരുന്നു ബ്രിട്ടീഷുകാർ എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാർ എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഇന്ന് അമേരിക്കയോ ഇസ്രായേലിനെയോ പോലെ ചേർത്ത് വെക്കാവുന്ന ലോകത്തിലെ അന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് ബ്രിട്ടീഷ് അധിനിവേശത്തെ, ബ്രിട്ടീഷുകാരെ അന്ന് ലോകം വിശേഷിപ്പിച്ചിരുന്നത്. ലോകത്തിൻ്റെ 3/4 ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു അന്ന്. അഥവാ ബ്രിട്ടീഷ് അധിനിവേശത്തിന് അവരുടെ കോളനികളായി ലോകത്തിലെ 3/4 രാജ്യങ്ങളെയും അവർ മാറ്റിയിരുന്നു. ആ ഒരു ബ്രിട്ടീഷുകാരോടാണ് ലോകത്തിലെ എല്ലാ സൈനിക സംവിധാനങ്ങളും, ലോകത്തിലെ എല്ലാ മെഷീനറീസും സ്വന്തമായിട്ട് കൈകളിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തിനോടാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോടാണ് ആലി മുസ്ലിയാർ അന്ന് പോരാട്ടം നയിച്ചത്, അതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ആ ഒരു ബ്രിട്ടീഷുകാരെ പോലും ഭയപ്പെടാതെ ആ സമയത്ത് പോരാട്ടങ്ങൾ നടത്തിയ ആളുകൾ ചരിത്രത്തിൽ എന്നും ഇടം പിടിക്കും. ഇന്നും ചരിത്രത്തെ ഒറ്റിക്കൊടുക്കുന്നവർ എന്നുള്ള വിശേഷണമായിരിക്കും കാന്തപുരത്തിന് ചരിത്രം നൽകുക എന്ന് തന്നെ പറയേണ്ടി വരും.